ഹലോ ഓൾ, വെൽക്കം ടു ദി ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനലോഗ് സർക്യൂട്ട്സിലെ ഫീഡ്ബാക്ക് ടോപ്പോളജീസ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ബേസിക് അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ സിലബസിൽ വരുന്ന 4 ബേസിക് ഫീഡ്ബാക്ക് ടോപ്പോളജി എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അനാലിസിസ് ഉണ്ട്, അതായത് ഇതിലെ ഇക്വേഷൻസിൻ്റെ ഒക്കെ ഡെറിവേഷൻ നമ്മൾ പഠിക്കണം എന്നാണ് അനാലിസിസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ 4 ഫീഡ്ബാക്ക് ടോപ്പോളജീസ് എങ്ങനെ വരയ്ക്കും എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം അത് വരയ്ക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഷുവറായിട്ടും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഫീഡ്ബാക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നും നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നും പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മളൊരു ആംപ്ലിഫയറിന് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുകയാണ്. ആ ഫീഡ്ബാക്ക് കൊണ്ട് ഓവറാൾ ഗെയിൻ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഓവറാൾ ഗെയിൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇതുപോലെ തന്നെ നമുക്ക് ഫീഡ്ബാക്കിനെ വേറൊരു രീതിയിൽ കൂടി ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആൻഡ് കറണ്ട് ഫീഡ്ബാക്ക്. അപ്പോൾ എന്തായിരിക്കും വോൾട്ടേജ് ഔട്ട്പുട്ട്, കറണ്ട് ഔട്ട്പുട്ട്, അതിൻ്റെ ബേസിൽ നമുക്ക് വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്നും കറണ്ട് ഫീഡ്ബാക്ക് എന്നും പറയാം. സോ ബേസിക്കലി the feedback can also be classified as voltage feedback or current feedback. In case of voltage feedback, the signal fed back is proportional to the output voltage irrespective of the value of load impedance. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ഫെഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ബേസിക്കലി ഔട്ട്പുട്ട് വോൾട്ടേജിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫെഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത്? ഇതാണ് നമ്മൾ എടുക്കുന്ന ആംപ്ലിഫയർ സർക്യൂട്ട് അല്ലേ, ഇതാണ് നമ്മളെ ബീറ്റ. അപ്പോൾ ആംപ്ലിഫയർ സർക്യൂട്ടിൽ നിന്ന് നമ്മൾ ബീറ്റയിലേക്ക് ഒരു കണക്ഷൻ എടുക്കുകയാണെങ്കിൽ അല്ല, ഇങ്ങനെയല്ലേ നമ്മൾ ബേസിക്കലി കണക്ട് ചെയ്യുന്നത്? യെസ്, ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഫെഡ്ബാക്ക് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ടൈപ്പ് ഫീഡ്ബാക്കിനെയാണ് നമ്മൾ വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സെയിം വേ ഇൻ കേസ് ഓഫ് കറണ്ട് ഫീഡ്ബാക്ക്, ദ സിഗ്നൽ ഫെഡ്ബാക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഔട്ട്പുട്ട് കറണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദി വാല്യൂ ഓഫ് ലോഡ് ഇമ്പിഡൻസ്. അപ്പോൾ ലോഡ് ഇമ്പിഡൻസിൻ്റെ വാല്യൂ മാറാതെ തന്നെ വോൾട്ടേജാണ് നമ്മൾ ഫെഡ്ബാക്ക് ചെയ്യുന്ന, ഔട്ട്പുട്ട് വോൾട്ടേജാണ് നമ്മൾ ഫെഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നലിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എങ്കിൽ അത് വോൾട്ടേജ് ഫീഡ്ബാക്കും, ഔട്ട്പുട്ട് കറണ്ടാണ് നമ്മൾ ഫെഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നലിന് പ്രൊപ്പോർഷണൽ എങ്കിൽ അത് കറണ്ട് ഫീഡ്ബാക്കുമാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന പോലെ തന്നെ വോൾട്ടേജ് കറണ്ട് എന്നും നമുക്ക് ഫീഡ്ബാക്കിനെ ക്ലാസിഫൈ ചെയ്യാം. സോ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഫീഡ്ബാക്ക് മേ ബി പ്രസൻറ്റ് ഇൻ എ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ഏത് ഒരു ഫീഡ്ബാക്ക് എടുക്കുകയാണെങ്കിലും അത് മേ ബി അതിൽ വോൾട്ടേജ് ഫീഡ്ബാക്കും വരാം, കറണ്ട് ഫീഡ്ബാക്കും വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് വോൾട്ടേജ് ഫീഡ്ബാക്കും കറണ്ട് ഫീഡ്ബാക്കും. അപ്പോൾ നമുക്ക് ബേസിക്കലി ഈ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ബേസിൽ, സോ ബോത്ത് ദി വോൾട്ടേജ് ആൻഡ് കറണ്ട് ക്യാൻ ബി ഫെഡ് ടു ഇൻപുട്ട് എയ്തർ ഇൻ സീരീസ് ഓർ പാരലൽ. അപ്പോൾ നമുക്ക് വോൾട്ടേജ് അതുപോലെ കറണ്ടിൻ്റെ ബേസിൽ നമുക്ക് നമ്മളെ ഫീഡ്ബാക്കിനെ 4 ഡിഫറെൻറ്റ് ഫീഡ്ബാക്ക് ടോപ്പോളജീസ് ആയിട്ട് മാറ്റാം. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദി വേരിയസ് ഫീഡ്ബാക്ക് ടോപ്പോളജീസ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്കാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് സീരീസ് കറണ്ട് ഫീഡ്ബാക്കാണ്. തേർഡ് വൺ ഈസ് ഷണ്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഷണ്ട് കറണ്ട് ഫീഡ്ബാക്ക്. ഇങ്ങനെ 4 ഫീഡ്ബാക്കുകളാണ് ബേസിക്കലി നമുക്കുള്ളത് അല്ലേ. സീരീസ് വോൾട്ടേജ്, സീരീസ് കറണ്ട്, ഷണ്ട് വോൾട്ടേജ്, ഷണ്ട് കറണ്ട്. അപ്പോൾ എന്താണ് ഈ 4 ഫീഡ്ബാക്ക് ടോപ്പോളജീസ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് പഠിക്കും. അപ്പോൾ ആദ്യം ഈ ഫീഡ്ബാക്കുകളുടെയൊക്കെ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങളെ വരച്ച് പഠിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആ സ്ട്രക്ചർ വരയ്ക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ഫീഡ്ബാക്കും വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് ടോപ്പോളജീസ് ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ഫീഡ്ബാക്ക് ടോപ്പോളജി ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഈ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. സോ എ ഫീഡ്ബാക്ക് കണക്ഷൻ ടെൻ ടു ഇൻക്രീസ് ദി ഇൻപുട്ട് ഇമ്പിഡൻസ്. അപ്പോൾ നമ്മൾ സീരീസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടും എന്നാണ് പറയുന്നത്. സെയിം വേ നമ്മൾ എടുക്കുന്ന ഷണ്ട് ആണെങ്കിലോ the feedback connection tend to decrease the input impedance. ഇവിടുത്തെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ത് ചെയ്യും? ഇൻക്രീസിന് പകരം ഡിക്രീസ് ചെയ്യും നമ്മളെടുക്കുന്ന ഷണ്ട് ആണെങ്കിൽ. സെയിം വേ നമ്മളെടുക്കുന്നത് വോൾട്ടേജ് ആണെങ്കിൽ, അപ്പോൾ സീരീസും ഷണ്ടും ഇൻപുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു,
വോൾട്ടേജും കറൻറ്റും ഔട്ട്പുട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഫീഡ്ബാക്കാണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ടെൻ ടു ഡിക്രീസ് ദി ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഇവിടെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കറൻറ്റ് ഫീഡ്ബാക്കാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് എന്താണ് കറൻറ്റ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ടെൻ ടു ഇൻക്രീസ് ദി ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് 4 ഫീഡ്ബാക്ക് ടോപ്പോളജീസ് പഠിക്കാം. അപ്പോൾ സീരീസും വോൾട്ടേജും സീരീസും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സീരീസിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടും, കറണ്ടിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കൂടും. ഷണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഷണ്ടിൽ എന്താണ് ഇൻപുട്ട് ഇമ്പിഡൻസ് കുറയും, അതുപോലെ വോൾട്ടേജിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയും. അപ്പോൾ ഇത് നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഫീഡ്ബാക്കിൻ്റെ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എടുക്കുന്നത് ഏതാണ്? ഇൻപുട്ട് ഇമ്പിഡൻസ് മാക്സിമവും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് മിനിമവും വരുന്ന സിസ്റ്റമാണ് നമ്മൾ ബേസിക്കലി ഒരു ഫീഡ്ബാക്കിൽ എടുക്കുക. അപ്പോൾ ഈ ഇൻപുട്ട് മാക്സിമവും ഔട്ട്പുട്ട് മിനിമവും വരണമെങ്കിൽ നമ്മളിവിടെ ഏത് ഫീഡ്ബാക്ക് യൂസ് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് തന്നെ പറയാം അല്ലേ? അതായത് ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടണം. ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുമ്പോൾ നമ്മൾ എടുക്കുന്നത് സീരീസ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയണം, അതിന് നമ്മൾ എടുക്കുന്നത് എന്താ? വോൾട്ടേജ്. സോ ബൈ യൂസിങ് സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക് വി അച്ചീവ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. സോ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ടോപ്പോളജി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? സീരീസ് വോൾട്ടേജ് ആണ്. കാരണം എന്താ? ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടും, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയും. അപ്പോൾ ഈ ഒരു ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് അച്ചീവ് ചെയ്യുന്നത് ഏത് ഫീഡ്ബാക്ക് ടോപ്പോളജിയിലാണ്? സീരീസ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ ഈ 4 ടോപ്പോളജീസ് വരപ്പിക്കുകയാണ് അല്ലേ? അപ്പോൾ വരപ്പിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴേ പറയാം, ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? എക്സാമിന് എഴുതരുത്. ഞാൻ നിങ്ങളെ വരയ്ക്കാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് കട്ടിൽ പറയുന്ന പോലെ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കരുത്. ഇത് നിങ്ങൾക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങളെ മൈൻഡിലുണ്ടെങ്കിൽ ആർക്കും എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ ഫീഡ്ബാക്ക് ടോപ്പോളജി വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു സീരീസ് ഷണ്ട് എന്നുള്ളത് ഇൻപുട്ടിനെ റിലേറ്റ് ചെയ്യുന്നു, വോൾട്ടേജ് കറണ്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിനെ റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സീരീസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടും. ഷണ്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഇൻപുട്ട് ഇമ്പിഡൻസ് കുറയും. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ വോൾട്ടേജ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയും. കറൻ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കൂടും. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും കൂടുന്നത് സീരീസ് കറണ്ടിലാണ് അല്ലേ? ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുകയും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയുകയും ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? സീരീസ് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അപ്പോൾ സീരീസും ഷണ്ടും ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുകയും കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ്. വോൾട്ടേജും കറൻറ്റും ഇൻപുട്ട് ഇമ്പിഡൻസ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയുകയും കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ ഡിക്രീസ് എന്നുള്ളൊരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻക്രീസ് എന്നുള്ളൊരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പൺ എന്നുള്ള കീവേഡാണ്. ഓപ്പൺ. ഓക്കെ, ഡിക്രീസ് എന്നുള്ളൊരു കേസിൽ നമ്മൾ എടുക്കുന്നത് ക്ലോസ്ഡ് എന്നുള്ള കീവേഡാണ്. ക്ലോസ്ഡ് എന്നുള്ള കീവേഡാണ്. ഓക്കെ, അപ്പോൾ ഏതിലൊക്കെയാണ് ഓപ്പൺ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുക എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഓപ്പൺ ആണ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കൂടുക എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ഓപ്പൺ ആണ്. ഇതുപോലെ തന്നെ ഇൻപുട്ട് ഇമ്പിഡൻസ് കുറയുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻപുട്ട് ക്ലോസ്ഡ് ആണ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയുക എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, സീരീസും കറൻറ്റും വരുമ്പോൾ അത് ഓപ്പൺ ആയിരിക്കും, ഒന്നെങ്കിൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട്. ഷണ്ടും വോൾട്ടേജും വരുമ്പോൾ അതെന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥ അല്ലേ? ക്ലോസ് എന്ന് പറയുമ്പോൾ ഡിക്രീസ് ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഈ ഫീഡ്ബാക്ക് ടോപ്പോളജി വരയ്ക്കാം. അപ്പോൾ ഈ ടേബിളൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ എക്സാം പേപ്പറിൽ വരച്ച് വെക്കരുത്. ഞാനിപ്പോൾ പറയുന്ന ഫൈനൽ ഫിഗർ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. ഇത് നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണെന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫീഡ്ബാക്ക് ടോപ്പോളജി വരയ്ക്കാം. എന്താണ്? സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക്. അപ്പോൾ സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടും, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയും ആണല്ലോ. ഇതാണല്ലോ സീരീസ് വോൾട്ടേജ്. അപ്പോൾ സീരീസ് വോൾട്ടേജിൽ നമ്മൾ ഏത് കണ്ടീഷൻ എടുക്കുക? സീരീസ് ആയതുകൊണ്ട് ഇതെന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻപുട്ട് ഓപ്പൺ ആയിരിക്കും.
ഓക്കെ, എന്താണ്, സീരീസ് ആയതുകൊണ്ട് ഇൻപുട്ട് ഓപ്പൺ ആയിട്ട് വരയ്ക്കണം. വോൾട്ടേജ് ആയതുകൊണ്ട് ഔട്ട്പുട്ടിനെ നിങ്ങൾ എന്താക്കി വരയ്ക്കണം, ക്ലോസ്ഡ് ആക്കി വരയ്ക്കണം. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. ഇതാണ് നമ്മൾ ആംപ്ലിഫയർ സർക്യൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇൻപുട്ട് എന്നുള്ളത് ഓപ്പൺ ആക്കണം. അപ്പോൾ ഇൻപുട്ട് ഞാൻ ഓപ്പൺ ആക്കാൻ പോവുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ. യെസ്, ഔട്ട്പുട്ട് എന്നുള്ളത് ക്ലോസ് ആക്കണം. അങ്ങനെയാണല്ലോ ബേസിക്കലി, കാരണം വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് ക്ലോസ് ആക്കാൻ ഞാനിവിടെ ചെയ്യുന്ന കാര്യം, ഞാനൊരു സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഈ സർക്യൂട്ടിൻ്റെ ഫൈനൽ ലോഡ് റെസിസ്റ്റൻസ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ക്ലോസ്ഡ് ആക്കി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് നമ്മൾ ഫീഡ്ബാക്ക് പാർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ടിനെ ഓപ്പൺ ചെയ്യുകയാണ്. ഇൻപുട്ടിനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി എന്താ വരിക, നമുക്കിങ്ങനെ വരും അല്ലേ. യെസ്, അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി നമുക്ക് സീരീസ് വോൾട്ടേജിൽ കിട്ടുക. നമ്മൾ ഈ ഓപ്പൺ ക്ലോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണം. ഇൻപുട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു, ഔട്ട്പുട്ട് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടി, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറഞ്ഞു ക്ലോസ് ആയതുകൊണ്ട് അല്ലേ. യെസ്, ഈ ഒരു ലോജിക്കിൽ നമുക്ക് സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക് വരയ്ക്കാം. വളരെ ഈസിയാണ് അല്ലേ. സോ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടി, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറഞ്ഞു. ഏത് ടോപ്പോളജിയാണ്, സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്ക് വരയ്ക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ലോജിക്ക്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സീരീസ് കറൻ്റ് ആണ്. സീരീസ് കറണ്ട് നമ്മൾ എങ്ങനെ വരയ്ക്കും. സീരീസ് കറണ്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താ, സീരീസ് കറൻ്റാണ്. അപ്പോൾ സീരീസ് ആയതുകൊണ്ട് ഇൻപുട്ട് വിൽ ബി ഓപ്പൺ. കറൻ്റ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് ഈസ് ഓൾസോ ഓപ്പൺ. ഇൻപുട്ടും ഔട്ട്പുട്ടും ഓപ്പൺ ആയിരിക്കും. ഇൻപുട്ടും ഓപ്പൺ ആയിരിക്കും, ഔട്ട്പുട്ടും ഓപ്പൺ ആയിരിക്കും. കാരണം സീരീസ് കറണ്ട് അല്ലേ. സീരീസ് ആയതുകൊണ്ട് ഇൻപുട്ട് ഓപ്പൺ, കറണ്ട് ആയതുകൊണ്ട് ഔട്ട്പുട്ട് ഓപ്പൺ. അപ്പോൾ ബേസിക്കലി എന്തായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ, ഇൻപുട്ടും ഔട്ട്പുട്ടും ഓപ്പൺ ആണെങ്കിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടും, ഔട്ട്പുട്ട് ഇമ്പിഡൻസും കൂടും. ഇങ്ങനെയാണല്ലോ വരിക. യെസ്, ബിക്കോസ് ബോത്ത് ആർ ഓപ്പൺ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ സർക്യൂട്ട് വരയ്ക്കാം. നമ്മൾ ആദ്യം ഒരു ആംപ്ലിഫയർ വരച്ചു എ, പിന്നെ നമ്മളൊരു ഫീഡ്ബാക്ക് ഫാക്ടർ വരച്ചു ബീറ്റ അല്ലേ. ഇൻപുട്ടിനെ നമുക്ക് ഓപ്പൺ ആക്കണം. അപ്പോൾ ഇൻപുട്ടിനെ ഓപ്പൺ ആക്കാൻ വളരെ ഈസിയാണ്. ഇതുപോലെയാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് വരയ്ക്കുക. ഔട്ട്പുട്ടിനെ ഓപ്പൺ ആക്കണ്ടേ. അപ്പോൾ ഔട്ട്പുട്ടിനെ ഓപ്പൺ ആക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ നമ്മളൊരു ലോഡ് റെസിസ്റ്റൻസ് വരച്ചോ. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിനെ ഓപ്പൺ ആക്കാൻ പറഞ്ഞാൽ ഇതുപോലെയാണ് നമ്മൾ ഓപ്പൺ ആക്കുക അല്ലേ. അപ്പോൾ വളരെ ക്ലിയർ ആണ് എന്താണ് സീരീസ് കറണ്ട് എന്നുള്ളത്. ഇൻപുട്ട് ഓപ്പൺ, ഔട്ട്പുട്ട് ഈസ് ഓൾസോ ഓപ്പൺ. ഇഫ് ദ ഇൻപുട്ട് ഈസ് ഓപ്പൺ മീൻസ് input impedance increases. Output is open means output impedance increases. Okay, this is called a series current feedback. എല്ലാവർക്കും മനസ്സിലായോ ഇതിൻ്റെ ലോജിക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ സീരീസ് കറണ്ട് ഫീഡ്ബാക്ക് ഇവിടെ നോക്കണേ. എന്താ നമ്മൾ ചെയ്തത്, ഇൻപുട്ട് ഇമ്പിഡൻസ് കൂട്ടി, ഔട്ട്പുട്ട് ഇമ്പിഡൻസും കൂട്ടി. അപ്പോൾ ഇതൊരു ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. കാരണം ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കൂടാൻ പാടില്ല, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എപ്പോഴും കുറഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് സീരീസ് കറണ്ടിൽ നമുക്ക് പറയാനുള്ളത്. ഇനി മൂന്നാമത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്, ഷണ്ട് വോൾട്ടേജ്. പറയാൻ പറ്റുമോ എങ്ങനെയായിരിക്കും ഷണ്ട് വോൾട്ടേജിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതുപോലെ എഴുതരുത്, മനസ്സിലാക്കി വരയ്ക്കുക. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളെ മൈൻഡിൽ മാത്രം വയ്ക്കുക, പേപ്പറിൽ എഴുതരുത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഷണ്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരു ആംപ്ലിഫയർ വരച്ചോ, ഒരു ഫീഡ്ബാക്ക് ഫാക്ടർ വരച്ചോ, എന്തായിരിക്കും കണ്ടീഷൻ, ഷണ്ട് വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഷണ്ട് ആയതുകൊണ്ട് ഇൻപുട്ട് വിൽ ബി ക്ലോസ്ഡ്. വോൾട്ടേജ് ആയതുകൊണ്ടോ ഔട്ട്പുട്ട് ഈസ് ഓൾസോ ക്ലോസ്ഡ്. അപ്പോൾ ഇൻപുട്ടും ക്ലോസ് ആക്കി വരയ്ക്കണം, ഔട്ട്പുട്ടും ക്ലോസ് ആക്കി വരയ്ക്കണം. ഇങ്ങനെയാണല്ലോ നമ്മളിവിടെ ചെയ്യുക. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ക്ലോസ് ആക്കി വരയ്ക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാവും നമുക്കിതിൻ്റെ കണക്ഷൻ വരിക, എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ ആക്ച്വലി നമുക്ക് ഷണ്ട് വോൾട്ടേജ് ഫീഡ്ബാക്കിൽ എങ്ങനെയാണ് കിട്ടുക, ഇൻപുട്ട് ഇമ്പിഡൻസ് ഈസ് ഡിക്രീസസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഈസ് ഓൾസോ ഡിക്രീസസ്. അതാണല്ലോ ഷണ്ട് വോൾട്ടേജ്.
ഇൻപുട്ടും ഔട്ട്പുട്ടും ക്ലോസ് ആയിരിക്കും ബിക്കോസ് വി ആർ കൺസിഡറിങ് ഷണ്ട് വോൾട്ടേജ്. അപ്പോൾ എങ്ങനെ വരയ്ക്കാം നമുക്കിതിൻ്റെ സർക്യൂട്ടറി? എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം നമ്മളൊരു ആംപ്ലിഫയർ വരച്ചു, പിന്നെ നമ്മളൊരു ഫീഡ്ബാക്ക് ഫാക്ടർ വരച്ചു ബീറ്റ, അല്ലേ? അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും ക്ലോസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഓക്കെ, ഔട്ട്പുട്ട് നമ്മൾ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ഷൻ ഇതുപോലെ വരയ്ക്കും. ഇൻപുട്ടും ക്ലോസ് ചെയ്യല്ലേ? അപ്പോൾ ഇൻപുട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യും. ഇൻപുട്ട് വോൾട്ടേജ് VI ആണ്. നമ്മളെങ്ങനെ കണക്ഷൻ എടുക്കും? യെസ്, അപ്പോൾ ഇതുപോലെ നമുക്ക് വരയ്ക്കാം അല്ലേ? ഷണ്ട് വോൾട്ടേജ് കണക്ഷൻ മാറിപ്പോരുത്. യെസ്, എങ്ങനെ വരയ്ക്കും നമ്മൾ? യെസ്, ഇതുപോലെ വരയ്ക്കും, ക്ലോസ്ഡ് ആയിട്ടുള്ളത് അല്ലേ? യെസ്, വളരെ ക്ലിയർ ആണ് ഇതിൻ്റെ ലോജിക്ക്. അപ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് ഷണ്ട് വോൾട്ടേജ് ആയതുകൊണ്ട് ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ത് ചെയ്യും? കുറയും, ബിക്കോസ് ക്ലോസ്ഡ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ത് ചെയ്യും? കുറയും, ബിക്കോസ് ക്ലോസ്ഡ് ആണല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഷണ്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഷണ്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് വരയ്ക്കാം, ഇതുപോലെ വരയ്ക്കാം അല്ലേ? സോ ബോത്ത് ദി ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് റെഡ്യൂസസ് ഹിയർ. അപ്പോൾ ഈ കണക്ഷനെയാണ് നമ്മൾ ഷണ്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്ന് പറയാം. അപ്പോൾ ഒരു സിഗ്നലിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയുക എന്ന് പറയുന്നൊരു ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, പക്ഷേ അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് കുറയുക എന്ന് പറയുന്നൊരു ഗുഡ് ക്വാളിറ്റി അല്ല. അപ്പോൾ ഇതും നമുക്ക് ഒരു ഓപ്പോസിറ്റ് ആക്ഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാലാമത്തെ ടൈപ്പ് ഫീഡ്ബാക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ടൈപ്പ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഷണ്ട് കറൻറ്റ് ഫീഡ്ബാക്കാണ്. സോ ഹൗ ടു ഡ്രോ ഷണ്ട് കറൻറ്റ് ഫീഡ്ബാക്ക്? ഷണ്ട് കറൻറ്റ് ഫീഡ്ബാക്ക് നമുക്ക് എങ്ങനെ വരയ്ക്കാം? സോ ഷണ്ട് എന്നുള്ള കോൺസെപ്റ്റ് ആദ്യം നോക്കുക അല്ലേ? ഷണ്ട് ആയതുകൊണ്ട് ഇൻപുട്ട് വിൽ ബിക്കം ക്ലോസ്ഡ്. കറൻ്റ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് വിൽ ബിക്കം ഓപ്പൺ. സോ ഇൻപുട്ട് ക്ലോസ് ആയിട്ടും ഔട്ട്പുട്ട് ഓപ്പൺ ആയിട്ടും വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഷണ്ട് കറൻറ്റ്. അപ്പോൾ ഷണ്ട് കറൻ്റ് ആകുമ്പോൾ ഇൻപുട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഡിക്രീസ് ദി ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇൻക്രീസസ് ദി ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും. എങ്ങനെ വരയ്ക്കാം? അപ്പോൾ ആദ്യം നമ്മളൊരു ആംപ്ലിഫയർ വരച്ചു, പിന്നെ നമ്മളൊരു ബീറ്റ വരച്ചു ആണല്ലോ. ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസ് ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ക്ലോസ്ഡ് ആയിരിക്കും. എങ്ങനെ നമ്മൾ ഇൻപുട്ട് ക്ലോസ്ഡ് ആയിട്ട് വരയ്ക്കും? നമുക്കിതുപോലെ വരയ്ക്കാം, ഇൻപുട്ട് ക്ലോസ്ഡ് ആയിട്ട് അല്ലേ? യെസ്, ഇങ്ങനെ വരച്ചൂടെ? സെയിം വേ ഔട്ട്പുട്ട് എന്താ? ഔട്ട്പുട്ട് വിൽ ബിക്കം ഓപ്പൺ. എങ്ങനെ ഔട്ട്പുട്ട് ഓപ്പൺ ആയിട്ട് വരയ്ക്കാം? ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് വരച്ചോ. സോ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫീച്ചർ? ഇൻപുട്ട് ക്ലോസ്ഡ് ആണ്, ഔട്ട്പുട്ട് ഓപ്പൺ ആണ്. ഇൻപുട്ട് ഇമ്പിഡൻസ് കുറയും, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കൂടും. അപ്പോൾ ഇത് ഏറ്റവും വേസ്റ്റ് ഫീഡ്ബാക്കാണ് അല്ലേ? ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുന്നതിന് പകരം കുറയുകയാണ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയുന്നതിന് പകരം കൂടുകയാണ്. അപ്പോൾ സീരീസ് വോൾട്ടേജിൽ നമുക്ക് കിട്ടിയിരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ കിട്ടുക അല്ലേ? അപ്പോൾ ഇതൊരു ഗുഡ് ഫീഡ്ബാക്ക് സിസ്റ്റം അല്ല, ഫീഡ്ബാക്ക് ടോപ്പോളജി അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആക്ച്വൽ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ലൈക്ക് ദിസ്. ഇതുപോലെ ആയിരിക്കും ആക്ച്വലി എനിക്ക് ഷണ്ട് കറൻറ്റ് ഫീഡ്ബാക്കിൻ്റെ ഫൈനൽ സർക്യൂട്ട് കിട്ടുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണേ, ലൈക്ക് ദിസ്. സോ ഇൻപുട്ട് ഇമ്പിഡൻസ് വിൽ ബി ഡിക്രീസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വിൽ ബി ഇൻക്രീസ്ഡ്. ദിസ് ഇസ് കോൾഡ് എ ഷണ്ട് കറൻറ്റ് ഫീഡ്ബാക്ക്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും, ഈ ലോജിക്ക് മനസ്സിലായോ എല്ലാവർക്കും? യെസ്. അപ്പോൾ ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഫീഡ്ബാക്ക് ടോപ്പോളജി. ഈ ഫീഡ്ബാക്ക് ടോപ്പോളജിൻ്റെ അനാലിസിസ് പഠിക്കാനുണ്ട് കേട്ടോ. അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്തെടുത്തു എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.